ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അധ്യായം 260. ഹേമന്ത് ലാവണ്യയുടെ മുറിയിലേക്ക് ചെന്നിട്ട് വാതിൽ തട്ടി വിളിച്ചു. ലാവണ്യ, ഇത് ഞാനാണ് ഹേമന്ത്. വാതിൽ തുറക്ക്, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ഹേമന്ത് വീണ്ടും അക്ഷമയോടുകൂടെ തന്നെ വാതിൽ മുട്ടി. അച്ചുവിന്റെ സുരക്ഷയെക്കുറിച്ചിട്ട് അയാൾക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു. അത് ഹേമന്തിന്റെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവുണ്ട്. ലാവണ്യ ഏതായാലും മനസ്സില്ലാ മനസ്സോടുകൂടെ തന്നെ വാതിൽ തുറന്നു. എന്നാൽ മുന്നിൽ നിൽക്കുന്ന ഹേമന്തിനെ കണ്ടുകൊണ്ട് തന്നെ ലാവണ്യ ഒന്ന് ഞെട്ടി. ഹേമന്തിനെ ഈ സമയത്ത് ലാവണ്യ ഒട്ടും തന്നെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹേമന്തിനെ കണ്ട സമയത്തിന് നീ എന്താ ഇവിടെയെന്ന് അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഹേമന്തിന്റെ പെട്ടെന്നുള്ള വരവ് കാരണം അവൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവൻ എപ്പോഴും ഇങ്ങനെയാണ്, എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും പൊട്ടിമുളക്കും. അവളുടെ മുഖത്ത് ഞെട്ടിലൊന്നും ഹേമന്ത് കാര്യമാക്കിയില്ല. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഹേമന്ത് അവളെ മുറിയുടെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് തന്നെ വാതിലടച്ചു. ലാവണ്യ അന്നേരം ഒന്നും തന്നെ പറഞ്ഞില്ല. അവൾ നേരെ കട്ടിലേക്ക് കിടക്കുന്ന ഹേമന്തിനെ നോക്കി. അവൻ തിരക്കിട്ട് അങ്ങോട്ടേക്ക് വന്നതാണെന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ ലാവണ്യക്ക് മനസ്സിലായി. അവനായിട്ട് തന്നെ കാര്യം പറയട്ടെ എന്നൊക്കെ ചിന്തിച്ച് ഹേമന്തിന് വേണ്ടി ലാവണ്യ കാത്തിരുന്നു. കുട്ടി എന്തു പറയുന്നു, അവന് കുഴപ്പമൊന്നുമില്ല അല്ലേ എന്നിങ്ങനെ സംശയത്തോടു കൂടി പെട്ടെന്നാണ് ഹേമന്ത് ലാവണ്യോട് അത് ചോദിച്ചത്. അവന്റെ ചോദ്യം കേട്ട് ലാവണ്യ ശരിക്കുമെന്ന് ഞെട്ടി. എന്നിട്ട് ഏത് കുട്ടിയെന്ന് ചോദിക്കും. വേറെ ഏത് കുട്ടി? നീലിമയുടെ മകൻ തന്നെ. നീ അവൻ എന്ത് ചെയ്തു? അങ്ങനെ ചോദിക്കുമ്പോഴും ലാവണ്യയുടെ മുഖഭാവം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും അവൾ അഭിനയിക്കാണെന്ന കാര്യമൊന്നും അവന് തോന്നിയില്ല. അവളുടെ ഭാവമാറ്റങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഒപ്പിയെടുക്കാൻ ആർക്കും തന്നെ കഴിയില്ല. അത്രമാത്രം സൂക്ഷ്മതയോട് തന്നെയാണ് ലാവണ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത്. ലാവണ്യ പറയുന്നുണ്ട്, അവന്റെ കാര്യം ഇവിടെയാണ് അന്വേഷിക്കേണ്ടത്. അവന്റെ അമ്മ നീലിമയല്ലേ, അവിടെ പോയിട്ട് അന്വേഷിക്കണം. ലാവണ്യ അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ പറയുന്ന സമയത്തിന് ഹേമന്ത് പറഞ്ഞിട്ട്, നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട ലാവണ്യ. നീ വേഗം പോയിട്ട് ആ കുട്ടിയെ വിട്ടയക്കാൻ നോക്ക്. അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കരുത്. മുതിർന്നവർ തമ്മിലുള്ള പ്രശ്നത്തിൽ അങ്ങനെ കുട്ടിയെ വെച്ച് കളിക്കുന്നത് അതത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അന്നേരം ലാവണ്യ ചോദിക്കുന്നുണ്ട്, ഹേമന്ത് നിനക്കിത് എന്തിന്റെ കേടാ? ആ പയ്യൻ ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? നീലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം നടന്നാൽ അതിന്റെയൊക്കെ പുറകിലെന്താ ഞാനാണോ? നീ ഒന്ന് ഇവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞ ലാവണ്യ എങ്ങനെയെങ്കിലും ഹേമന്തിനെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ തിടുക്കം കൂട്ടി. അവൾ എങ്ങനെയെങ്കിലും തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള കാര്യം ലാവണ്യയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഹേമന്തിന് മനസ്സിലായി. ഹേമന്ത് ചോദിക്കുന്നുണ്ട്, നീ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്യാൻ? സിദ്ധാർത്ഥ അവന്റെ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. നീയാണ് ഇതിന്റെ പിന്നിലെന്നെങ്ങാനും അവൻ അറിഞ്ഞാൽ പിന്നെ തീർന്നു നിന്റെ കാര്യം. അതോടുകൂടെ പിന്നെ നിന്റെ കല്യാണം മുടങ്ങുമെന്ന് മാത്രമല്ല, അവൻ നിന്റെ കുടുംബത്തോടെ തന്നെ അങ്ങ് ഇല്ലാതാക്കും. അവരെ പറ്റിയിട്ട് നിനക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് സോ പ്ലീസ് നീ ആ കുട്ടിയെ അങ്ങ് വിട്ടേക്കെന്ന് പറയും ഹേമന്ത്. ഹേമന്ത് അങ്ങനെ ലാവണ്യെ ഉപദേശിക്കുന്ന സമയത്തിന് അവൾക്ക് മോശമായ രീതിയിൽ ഒന്നും സംഭവിക്കരുതെന്ന് ഹേമന്ത് ആഗ്രഹിച്ചിരുന്നു. ലാവണ്യ പറയുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ നീലിമയുടെ മകൻ എന്റെ അടുത്തില്ലെന്ന്. അല്ല, നീ ആരാ എന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ? നീ ആരാ, പോലീസോ? ഞാൻ ആ കുട്ടിയെ എന്ത് ചെയ്യുന്നതെന്നാ നീ പറയുന്നത്? നിനക്കെന്താ തോന്നിയതുപോലെ അങ്ങ് വിളിച്ചു പറയണോ? എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും. എങ്കിൽ പിന്നെ നീ ഒരു ലിസ്റ്റ് എഴുതിയിട്ടിങ്ങ് താ. എന്തിനൊക്കെയാണ് ഞാൻ തെളിവ് തരേണ്ടത് നീ പറയുന്നൊക്കെ പറഞ്ഞുകൊടുത്തതിന് ലാവണ്യ ഹേമന്തിനോട് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ടു. ലാവണ്യ, ഞാൻ ഈ പറയുന്നതിന് സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഹേമന്ത് അസ്വസ്ഥയോടുകൂടെ ചോദിച്ചു. ലാവണ്യ പറയുന്നുണ്ട്, ഹേമന്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ചെയ്തിട്ടില്ല. നീ ഇവിടെ നിന്നൊന്ന് പോവോ? നിന്നെ കാണുന്നതിന് എനിക്കിപ്പോ വെറുപ്പാ. ഷോ, എന്തൊരു ശല്യ ഇത്. ലാവണ്യ ദേഷ്യത്തിൽ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റതിനു ശേഷം ഹേമന്തിനെ നോക്കിയിട്ട് വളരെ ക്രൂരമായി പറഞ്ഞു. ആ വാക്കുകൾ ഹേമന്തിന്റെ മനസ്സിനെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല. ലാവണ്യയുടെ വാക്കുകൾ പൂർണ്ണമായിട്ട് ഹേമന്തിനെ തകർത്ത് കളഞ്ഞിരുന്നു. വേദനയോട് കൂടി ഹേമന്ത് ലാവണ്യത്തിനെ ഇങ്ങനെ നോക്കി. അവൾക്ക് എന്തുകൊണ്ടാണ് തന്നെ ഇഷ്ടപ്പെടാൻ കഴിയാത്തതെന്നുള്ള കാര്യം ഹേമന്തിന് മനസ്സിലായിരുന്നില്ല. അവൾക്ക് സിദ്ധാർത്ഥിനൊപ്പം ജീവിക്കാൻ മാത്രമായിരുന്നു ഇഷ്ടം. അവൾ സിദ്ധാർത്ഥിനെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവളും താനും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല എന്ന് ഹേമന്തിന് തോന്നി. രണ്ടുപേരും ഒരിക്കലും കിട്ടാത്തൊരാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ലാവണ്യ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേട്ട് നീ ഇത്രമാത്രം വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നല്ലതൊന്നും അല്ല എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. എനിക്കിപ്പോഴും സിദ്ധാർത്ഥിനെയാണ് ഇഷ്ടം. അതിനിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തിന് സിദ്ധുവായിട്ട് നീ ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയാണ് ലാവണ്യ. ആ പിന്നെ നീ ഒരു പ്ലേ ബോയ് ആണെന്ന കാര്യം എനിക്കറിയാം. ആ കാര്യത്തിൽ സിദ്ധുവിനെ അപേക്ഷിച്ച് നീ മിടുക്കനാ. ലാവണ്യ അങ്ങനെയൊക്കെ ഇട്ട് അവനെ അപമാനിക്കുന്ന സമയത്തിന് നിശബ്ദനായിക്കൊണ്ട് ഹേമന്ത് അത് കേട്ടു നിന്നു. ഹേമന്ത് പറയുന്നത്, ഞാൻ എങ്ങനെയായാലും നിനക്കത് കാര്യമില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സിദ്ധാർത്ഥിനെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും എന്നെ താരതമ്യം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഏതായാലും നിന്നെക്കാളും ബെറ്ററാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നെ പോലെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ഏതായാലും നിന്റെ അത്രമാത്രം ചീപ്പല്ല എന്നൊക്കെ പറയാട്ടോ ഹേമന്ത്. ലാവണ്യക്ക് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് നീ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ഹേമന്തിന്റെ ഭാവമാറ്റം കണ്ടുകൊടുത്തിനെ ലാവണ്യക്ക് വല്ലാതെ ദേഷ്യം വന്നിരുന്നു. ഹേമന്ത് ചോദിക്കുന്നത്, ഞാൻ ഇത്രത്തോളം പറഞ്ഞിട്ട് നിനക്ക് എന്താ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ടതിന് ലാവണ്യ അവൻ വല്ലാതെ അങ്ങനെ കളിയാക്കി ചിരിച്ചു. എടി, ഇനിയെങ്കിലും അല്പം മനസാക്ഷി കാണിക്ക്, സ്വയം നന്നാവാൻ നോക്ക്.
അല്ലെങ്കിൽ പിന്നെ എന്റെ മറ്റൊരു മുഖം നീ കാണും. അശ്വിൻ നിന്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യം സിദ്ധാർത്ഥ് തെളിവ് സഹിതം അറിയും. പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. വെറുതെ നീ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് എന്നിങ്ങനെ ഹേമന്ത് പറയുന്നത് കേട്ടിട്ട് ആകെ കൂടെ പേടിച്ചുകൊണ്ടായിരിക്കും ലാവണ്യ ഹേമന്തിനെ തന്നെ ഇങ്ങനെ നോക്കുന്നത്. ഹേമന്തിന് ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ലാവണ്യ പേടിയോടെ അവനെ നോക്കുന്നത്. ഹേമന്ത് പ്ലീസ് വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ അപേക്ഷിച്ചു. ഹേമന്ത് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ എന്നെ ഇത്രമാത്രം പേടിയാണോ? ഇത്ര നേരം നീ എന്നെ പേടിപ്പിച്ചിട്ട് ഇപ്പതേ നീ തന്നെ പേടിപ്പിച്ച് കരയാണോ? കുറച്ചു മുൻപേ എന്തായിരുന്നു നിന്റെ അഹങ്കാരം എന്നൊക്കെ ചോദിച്ച് ഹേമന്ത് അവളെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ഹേമന്തിന് അപ്പോൾ ലാവണ്യോട് ഒരല്പം പോലും അനുകമ്പ തോന്നിയിരുന്നില്ല. ലാവണ്യ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. സിദ്ധാർത്ഥന് അശ്വിനെ പറ്റിയിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും താനും സിദ്ധാർത്ഥുമായിട്ടുള്ള കല്യാണം നടക്കില്ല. ലാവണ്യ അതോർത്ത് സങ്കടപ്പെട്ടിങ്ങനെ കരയുന്ന സമയത്തിന് ഹേമന്ത് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലാവണ്യയുടെ മുഖം തന്റെ നേർക്കങ്ങ് തിരിച്ചു നിർത്തിക്കൊണ്ട് തന്നെ ഹേമന്ത് ചോദിക്കുന്നത്, സിദ്ധാർത്ഥ് നിനക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണോ? അപ്പോഴും ലാവണ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ലാവണ്യ പറഞ്ഞത്, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, പക്ഷെ പ്ലീസ് സിദ്ധാർത്ഥിനോട് ഇതൊന്നും പറയരുത്. ഹേമന്ത് ഇപ്പോൾ തന്നോട് പഴയതുപോലെ അല്ല എന്നുള്ള കാര്യം അവൾക്ക് തോന്നി. അവന്റെ കത്തുന്ന നോട്ടത്തിൽ ലാവണ്യ നിന്നുരുകി. അവൾ ഇപ്പോൾ ഭയത്തോടു കൂടി തന്നെയാണ് ഹേമന്തിനെ നോക്കുന്നത്. ഹേമന്ത് വീണ്ടും ചോദിച്ചു, ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറ. നിനക്ക് അവൻ അത്രമാത്രം പ്രിയപ്പെട്ടതാണോ? നീ ഇങ്ങനെ സിദ്ധാർത്ഥിനെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇഷ്ടപ്പെടാൻ മാത്രം സിദ്ധാർത്ഥിന് എന്താ ഇത്ര പ്രത്യേകത? അവൻ എന്താ കാമദേവനാണോ? എല്ലാവർക്കും അവനോടാണല്ലോ പ്രിയം എന്നൊക്കെ ഇങ്ങനെ ഹേമന്ത് പറയണേ. ഈ സമയത്തിന് ഹേമന്തിന്റെ മുഖം ലാവണ്യക്ക് അടുത്തിരുന്നു. അവന്റെ കണ്ണുകളെല്ലാം ചുമന്നിരുന്നു. ആദ്യമായിട്ടായിരുന്നു ലാവണ്യ ഹേമന്തിനെ ഈ ഒരു രൂപത്തിൽ കാണുന്നത്. അവൾ ഭയപ്പെട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഹേമന്ത് പ്ലീസ്, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്. നീ ആവശ്യമില്ലാത്തതൊന്നും നിൽക്കല്ലേ ഹേമന്ത്, പ്ലീസ്. നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടോളാം, നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ലാവണ്യ ഹേമന്തിന് മുന്നിങ്ങനെ കൈകൂപ്പി നിന്നു. ആ സമയത്തിന് ഹേമന്ത് അവളോട് കൂടുതൽ ചേർന്ന് നിന്നു. അവൾ ആകെ മരവിച്ചുകൊണ്ട് തന്നെ തന്റെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി നിന്നു. ഹേമന്ത് അപ്പോൾ എന്താണ് തന്നോട് ചെയ്യുന്നതെന്നുള്ള കാര്യമൊന്നും ലാവണ്യക്ക് അറിയില്ലായിരുന്നു. ഹേമന്ത് വീണ്ടും വിനയത്തോടു കൂടി തന്നെ ലാവണ്യോട് ചോദിക്കുന്നത്, അല്ല താൻ എന്താ ഒന്നും പറയാത്തത്? അപ്പോഴേക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ അവനോടുള്ള ഭയത്തോടു കൂടി തന്നെ ലാവണ്യ ചോദിച്ചു. അന്നേരം ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ഹേമന്തിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഹേമന്ത് നേരെ ലാവണ്യയുടെ തൊട്ടടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഐ ഹേറ്റ് യു ലാവണ്യ എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ ഒരു ഉന്തങ്ങ് വെച്ചു കൊടുക്കും. അതോടുകൂടി തന്നെ ലാവണ്യ അങ്ങ് താഴേക്ക് വീഴും. ഒരിക്കലും ഹേമന്തിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ലാവണ്യ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അവൾ ഞെട്ടലോട് കൂടി തന്നെ ഹേമന്തിനെ നോക്കി. എന്നിട്ട് പറഞ്ഞിട്ട്, ഹേമന്ത് പ്ലീസ്, എനിക്കൊന്നും അറിയില്ല, നീ ദയവ് ചെയ്ത് സിദ്ധാർത്ഥിനോടൊന്നും പറയരുത്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് അവൾ ഹേമന്തിനോട് അപേക്ഷിച്ചു. ഹേമന്ത് ചോദിക്കുന്നത്, അല്ല നീ എന്താ ചെയ്തു തരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ലാവണ്യ പയ്യെ അവിടെ നിന്നും എഴുന്നേറ്റ് വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഹേമന്ത് നിനക്ക് എന്നെ വേണ്ടതെന്ന് ചോദിക്കും. അന്നേരം ഹേമന്ത് ഒരു വെറുപ്പോട് കൂടിയായിരിക്കും ലാവണ്യയെ നോക്കുന്നത്. കാരണം സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഏതറ്റം വരെയും പോകുമെന്ന കാര്യം ഹേമന്തിന് മനസ്സിലായി. അതിപ്പോ ഈ രാത്രി അവളുടെ കൂടെ ചെലവഴിക്കാനാണെങ്കിൽ അതിനും അവൾക്ക് സമ്മതമാണ്. അത് തന്നെയല്ലേ അവൾ ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ലാവണ്യയെ എന്നേക്കുമായിട്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഹേമന്ത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ലാവണ്യയോട് തനിക്ക് വെറുപ്പ് മാത്രമാണ് തോന്നുന്നത് എന്നുള്ള കാര്യം ഹേമന്ത് തിരിച്ചറിഞ്ഞു. എന്നാൽ അവൻ ഒരിക്കലും തന്നോട് അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലാവണ്യ പയ്യെ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ ഹേമന്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവന്റെ കഴുത്തിനങ്ങ് ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ ചെവിയിലായിട്ട് പറഞ്ഞു, വാ, എന്തിനു ഞാൻ തയ്യാറാണെന്നൊക്കെ പറയും. അവൾ അങ്ങനെ വശ്യമായ സ്വരത്തിൽ പറയുന്ന സമയത്തിന് ഹേമന്തിന്റെ ഹൃദയമിടിപ്പ് ഇങ്ങനെ ഉച്ചത്തിലായിക്കൊണ്ടിരുന്നു. തന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ഹേമന്തിന് ആകെ പേടി തോന്നി. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ ലാവണ്യ അങ്ങ് തള്ളി മാറ്റി. അവൻ തനിക്കെതിരെ തിരിയാൻ പോവാണെന്നുള്ള കാര്യം ലാവണ്യക്ക് അപ്പോൾ മനസ്സിലായി. അവൾ കൂടുതൽ വശ്യമായിട്ട് അവനെ നോക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ആ സമയത്ത് ഹേമന്ത് അതിന് വഴങ്ങിയില്ല. നിന്നെപ്പോലൊരാളെ എന്തുകൊണ്ട് ഞാൻ ഇത്രമാത്രം മനസ്സിലിട്ട് നടന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കാര്യം നേടാൻ വേണ്ടിയിട്ട് നീ എന്തു ചെയ്യുമല്ലേ? അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി. പിന്നെ ലാവണ്യ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഹേമന്ത് അവിടെ നിന്ന് പോയതോടുകൂടി തന്നെ ലാവണ്യ ആകെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. ഇനി ഒരു പക്ഷേ സത്യങ്ങളെല്ലാം സിദ്ധാർത്ഥിനോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ എവിടെ നിന്ന് പോയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ പിന്നെ അതെന്റെ മരണത്തിന് തുല്യമായിരിക്കും. ഹേമന്ത് പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞ് ഹേമന്തിന്റെ പുറകെ ചെന്ന് അവൾ വിളിച്ചു പറഞ്ഞു, ഞാൻ സത്യമാണ് ഹേമന്ത് പറഞ്ഞത്. നീ വെറുതെ സിദ്ധുവിനോട് അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളും വിളിച്ചു പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ സമയത്ത് ഹേമന്ത് അവൾ പറയുന്നതൊന്നും കേൾക്കാൻ നിന്നു കൊടുക്കാതെ അവിടെ നിന്ന് പോയി. ലാവണ്യാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അവിടെ മുട്ടുകുത്തിയിരുന്നു. ഇത്ര കാലം താൻ ചെയ്തതെല്ലാം തന്നെ വെറുതെ ആയി പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാണ് ലാവണ്യ. കത്തുന്ന ഒരു തരം വേദന അവളുടെ ഹൃദയത്തിൽ നിമിഷ നേരം കൊണ്ട് തന്നെ പടർന്നിരുന്നു. ഇതേ സമയത്തിനെ കാണിക്കുന്നത് സിദ്ധാർത്ഥിനായിരിക്കും. സിദ്ധാർത്ഥ് തന്റെ തറവാട്ടിലേക്ക് ചെന്നതിന് ശേഷം കാറ് പോർച്ചിൽ കൊണ്ടുവന്ന് നിർത്തി. പക്ഷേ സിദ്ധാർത്ഥ് കാറിൽ നിന്നും ഇറങ്ങിയില്ല. ഒരുപാടധികം ചിന്തകൾ കാരണം തന്നെ സിദ്ധാർത്ഥ് ആകെ അസ്വസ്ഥനായിരുന്നു. ഇത്ര നേരമായിട്ടും അച്ഛനെ പറ്റിയിട്ട് ഒരു വിവരം കിട്ടിയില്ല. ഇനിയൊരു പക്ഷേ അവൻ എന്തെങ്കിലും ആപത്ത്? ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവന്റെ വികാരങ്ങൾ തണുത്തുറഞ്ഞു. സിദ്ധു കുറച്ചു നേരം സ്റ്റിയറിംഗിൽ തല അമർത്തി അവിടെ തന്നെ കിടന്നു.
സർ സർ എന്നൊക്കെ വിളിച്ചുകൊണ്ടതിനെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ആരോ തന്റെ ഗ്ലാസ് വിൻഡോയിൽ ഇങ്ങനെ തട്ടി വിളിക്കുന്നത് അവൻ അറിഞ്ഞു. ഒരു ഞെട്ടലോട് കൂടെ തന്നെ സിദ്ധാർത്ഥ മുഖം ഉയർത്തി നോക്കുമ്പോൾ അവിടുത്തെ സെർവന്റ് ആയിരുന്നു. എന്ത് പറ്റി സർ എന്നിങ്ങനെ ആശങ്കയോടെ തന്നെ ആ സെർവന്റ് ചോദിച്ചു. അന്നേരം സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും ഇറങ്ങി. ആ സമയത്തിന് സിദ്ധാർത്ഥിന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നുള്ള കാര്യം ആ സെർവന്റിന് മനസ്സിലായി. സിദ്ധാർത്ഥ് തന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ വേണ്ടി വന്നതാണ്, അതും അശ്വിനെ പറ്റി. അവരുടെ ഭാഗത്തു നിന്ന് കുഞ്ഞിനെ കണ്ടെത്താനുള്ള സഹായം ആവശ്യമാണ്. അവരെല്ലാം ഇതിന്റെ പിന്നിലെന്ന കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ കുഞ്ഞിന്റെ കാര്യത്തിൽ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. സിദ്ധാർത്ഥ് നേരെ ഗീതാമേടിൽ വിശ്വനാഥന്റെ അടുത്തേക്ക് ചെന്നു. റൂമിനകത്തേക്ക് കയറി പോകുന്നതിന് മുൻപേ തന്നെ തന്റെ അച്ഛനും അമ്മയും അടക്കം പറയുന്നതൊക്കെ ചെറുതായിട്ട് അവൻ കേട്ടു. അതോടുകൂടി തന്നെ സിദ്ധാർത്ഥ പിന്നെ ഒന്നും മിണ്ടാതെ അത് തന്നെ ഇങ്ങനെ ചെവിയോർത്ത് കേട്ട് നിന്നു. വിശ്വേട്ട, ഇതൊന്നും സിദ്ധുവിനോട് പറയാൻ പറ്റില്ല. ഇതെങ്ങാനും അവനറിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. എനിക്ക് പിന്നെ തോർക്കാൻ പോലും വയ്യ എന്നിങ്ങനെ ഗീതാമ്മ വിശ്വനാഥനോട് പറയുന്നതെല്ലാം തന്നെ സിദ്ധാർത്ഥ കേട്ടു. എന്താ കാര്യം എന്നിങ്ങനെ വിശ്വനാഥൻ ചോദിക്കുന്ന സമയത്തിന് ഗീതാമ്മ പറഞ്ഞിട്ട് ആ കുട്ടിയെ കാണാതായില്ലേ? അതിന്റെ പിറ്റേ ദിവസം തന്നെ ആ നീലിമ, ആ പെണ്ണ് അവനെ അന്വേഷിച്ച് അവിടെ നിന്നും പുറത്തുപോയി. ഗാർഡ്സ് ആരും തന്നെ അറിഞ്ഞില്ല. പക്ഷേ അതറിഞ്ഞപ്പോ തന്നെ ഗാർഡ്സ് എല്ലാം തന്നെ അവളെ തിരിഞ്ഞ് അവിടെ നിന്നും പോയിരുന്നു. കുറെ അന്വേഷണത്തിനൊടുവിൽ അവർക്ക് അവളെ കിട്ടി. പക്ഷേ എന്ന് പറയുന്ന സമയത്തിന് വിശ്വനാഥനൊരു ഷോക്കായിരിക്കും. എന്താ ഗീത, നീ എന്താണെങ്കിലും ഒന്ന് തെളിച്ചു പറയാന്ന് പറയും. ആ പെണ്ണിന് ആക്സിഡന്റ് ആയി. ഒരു വണ്ടി വന്ന് അവളെ അങ്ങ് തട്ടിയിട്ടു എന്നിങ്ങനെ താഴ്മയായ സ്വരത്തിൽ ഗീതാമ്മ പറഞ്ഞു. വിശ്വനാഥൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഇതാരെങ്കിലും അറിഞ്ഞോ? അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാൾ അങ്ങനെ ആശങ്കയോട് ചോദിക്കുന്ന സമയത്തിന് ഗീതാമ്മ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ അവൾക്ക് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നീലിമയ്ക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റിയെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ സിദ്ധാർത്ഥ് ആകെ ഷോക്കായി. ഈ ഒരു വാർത്ത കേട്ടുകൊണ്ടതിന് സിദ്ധാർത്ഥ് പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കുതിച്ചു വന്നു. എന്താ നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടതിന് അവൻ നേരെ ഗീതാമ്മക്ക് നേരെ അലറി വിളിച്ചു. വിശ്വനാഥനും ഗീതാമ്മയും ആ സമയത്ത് സിദ്ധാർത്ഥിനെ കണ്ടുകൊണ്ടതിനെ ഒന്ന് ഞെട്ടി. അവരുടെ മുഖമാകെ വിളറി നിൽക്കുകയാണ്. എന്നാൽ താൻ ജീവനോടെ സ്നേഹിക്കുന്ന തന്റെ നീലിമയെ എന്ത് ചെയ്തു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെ ആർത്തു നിലവിളിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ നാളെ ഇതേ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട്